നമ്മുടെ കേരളത്തില് സ്മാർട്ട് ആയിട്ടുള്ള അല്ലെങ്കിൽ ടാലന്റഡ് ആയിട്ടുള്ള സ്പോർട്സിന് പാഷനായിട്ട് കൊണ്ടു നടക്കുന്ന ഒത്തിരി പേരുണ്ട്. പക്ഷെ അവർക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു നല്ല കോച്ച് ഇല്ല, ഗൈഡൻസ് ഇല്ല, അല്ലെങ്കിൽ പ്രോപ്പർ ന്യൂട്രീഷൻസ് ഗൈഡ് ചെയ്യാൻ ആൾക്കാരില്ല, ഫൈനാൻഷ്യൽ ഡിഫിക്കൽട്ടീസ്, അങ്ങനെ ഒരുപാട് സ്ട്രഗിളിലൂടെയാണ് നമ്മുടെ സ്പോർട്സിലുള്ള പലരും കടന്നു പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരു വൺ റൂപ്പിൽ നിങ്ങൾ വരുവാണെങ്കിൽ യു വിൽ ഗെറ്റ് സ്വിമ്മിംഗ് പൂൾ, ജിം, ബാഡ്മിന്റൺ, വോളിബോൾ, ബാസ്കറ്റ്ബോൾ, ക്രിക്കറ്റ്, football, and all with the high class facility. ഇത്രയും സ്പോർട്സ് ഫെസിലിറ്റീസ് ഉള്ള ഒരു സെന്റർ കേരളത്തിലെങ്ങും ഇല്ല. നാടിൻ്റെ വികസനത്തിൻ്റെ ഒരു മുഖമുദ്ര തന്നെയായിരിക്കും ഈ പ്രൊജക്റ്റ്. ഇതൊരു 6.5 ഏക്കർ ഏരിയ ഉള്ള ഒരു വിശാലമായ ഒരു സ്ഥലമാണ്. നമ്മളിതിൻ്റെ ഏറ്റവും കൊമേഴ്ഷ്യൽ സൈഡ് എന്ന് പറഞ്ഞാൽ ഒരു ഷോപ്പും ഒരു റെസ്റ്റോറൻറ്റും ഉണ്ട്. അത് ഏറ്റവും ഫ്രണ്ടിലായിട്ടാണ് നമ്മളത് പ്ലേസ് ചെയ്തിരിക്കുന്നത്. നമ്മുടെ റോഡിൽ നിന്നുള്ള ഫസ്റ്റ് ഫേസിനകത്ത് വരുന്ന ഏരിയക്കകത്താണ് നമ്മൾ കൺവെൻഷൻ സെൻറ്ററും കൊമേഴ്ഷ്യൽ ഏരിയ ഉൾപ്പെട്ടിരിക്കുന്നത്. ജിമ്മ്, പൂള്, ഒരു മിനി ഹാള്, ഇതെല്ലാം കൂടെ കൂടി ഒരു ബ്ലോക്കാണ് നമ്മൾ ചെയ്തിരിക്കുന്നത്. ഹാൻഡ്ബാൾ കോർട്ടുണ്ട്, ബാഡ്മിന്റൺ കോർട്ടുണ്ട്. ഇതിനകത്തൊരു സർക്കുലേഷൻ പാറ്റേൺ ഉണ്ട്. നമ്മൾ ഒരു എൻട്രിയും ഒരു എക്സിറ്റും വെൽ പ്ലാൻഡ് ആണ്, വെൽ സ്പെസിഫൈഡ് ആണ്. ഫുട്ബോൾ അതെല്ലാം ഏറ്റവും ബാക്ക് സൈഡിലാണ്. ആ ഒരു ഏരിയ എന്ന് പറഞ്ഞാൽ ഫുട്ബോളിന്റെ ചുറ്റുമാണ് റണ്ണിങ് ട്രാക്സ് വന്നിരിക്കുന്നത്. ഈ റണ്ണിങ് ട്രാക്സ് വരുമ്പോഴത്തേക്ക് കറക്റ്റായിട്ട് ആ റണ്ണിങ് ട്രാക്സ് നമുക്ക് പ്ലാൻ ചെയ്യാൻ പറ്റും. അതിൻ്റെ സൈഡിലായിട്ട് നമ്മൾ ക്രിക്കറ്റ് നെറ്റ്സ് വന്നിട്ടുണ്ട്, ഷോർട്ട് പുട്ട് വന്നിട്ടുണ്ട്. അതെന്ന് പറഞ്ഞാൽ ഓരോ ഏരിയയും സ്പെസിഫൈ ചെയ്ത് കൊടുത്തിട്ടുണ്ട്. കാര്യം ഓരോ ഏരിയയിലും ആൾക്കാർ കൂടി നിൽക്കാനോ അങ്ങനെയുള്ള ഒരു ഇതിന് വന്നിട്ടുണ്ട്. ബാസ്കറ്റ്ബോൾ, കബഡി, അങ്ങനെ പല ഇനങ്ങളിലുമായിട്ട് ഞാൻ മുന്നോട്ട് നീങ്ങി. വോളിബോളിൽ സ്റ്റിക്ക് ഓൺ ചെയ്ത് വിദ്യാഭ്യാസം കഴിഞ്ഞ് കേരള പോലീസിന്റെ ടീമിൽ 3 വർഷം ജിമ്മി ജോർജ് കൊണ്ടായിരുന്ന സമയത്ത് കളിച്ചിട്ടുണ്ട്. എൻ്റെ കഴിഞ്ഞ 40 വർഷത്തെ ഗൾഫ് ജീവിതത്തിന്റെ സാമ്പത്തികം ഞാൻ ഇതിന് വിനിയോഗിച്ച് ഈ നാടിന് വേണ്ടി സമർപ്പിക്കുകയാണ്. എൻ്റെ ഡ്രീം ഏകദേശം ഫുൾഫില്ലായി. ഇനി ഇവിടെ നിന്നും ഒരു ഒളിമ്പിക്സ് ലെവലുള്ള ഏതെങ്കിലും കളിക്കാരുണ്ടായി വരിക, അതാണ് അതിൻ്റെ നെക്സ്റ്റ് ഡ്രീം. നമ്മുടെ കേരളത്തിൽ അല്ലെങ്കിൽ ഇന്ത്യയിലായി തന്നെ ഹോസ്പിറ്റലിൻ്റെയും മെഡിക്കൽ സ്റ്റോറിൻ്റെയും എണ്ണം കൂടുകയാണ്. അത് കുറയ്ക്കാനും ഹെൽത്ത് പരമായി ജനങ്ങൾ ഇതിനൊരു ബോധമുണ്ടാകുന്നതിനും അത് ആരോഗ്യപരമായ ഒരു കേരളം അല്ലെങ്കിൽ ഇന്ത്യ കെട്ടി ഉയർത്തുന്നതിന് വേണ്ടിയും കൂടാണ് ഈ സ്പോർട്സ് സംരംഭം. Vaccine football for the mission of 2042 football. We very sure Indian team will be there. So the team has been also doing pretty well. When it comes to badminton, swimming pool, gym also, we have a lot of community coming into the picture. പുത്തൻകുളം എന്ന് കേട്ടാൽ ആനകളും അതേപോലെ തന്നെ ഏസിയൻ സ്പോർട്സ് സിറ്റിയും രണ്ടും ആൾക്കാർക്ക് ഓർമ്മ വരും. അതുപോലെ കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ന് പറയുകയാണെങ്കിൽ കളിക്കാൻ ഇവിടെ എല്ലാവരും വരേണ്ടി വരും. എന്നുള്ള കേരളത്തിൽ നിന്നുള്ള എല്ലാവരും ഒരു പ്രാവശ്യം ഏസിയാനിൽ വന്ന് കളിക്കും എന്നുള്ള 100% ഉറപ്പോടുകൂടിയതാണ് നമ്മുടെ ഈ സ്ഥാപനം പോകുന്നത്.